CPIM ജനറൽ സെക്രട്ടറി ചൈനീസ് എംബസിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ വ്യാജവാർത്ത മെനഞ്ഞെടുക്കാനുള്ള റിപ്പബ്ലിക് ചാനൽ നീക്കത്തിൽ വിമർശനം ശക്തം. CJP പ്രതിഷേധത്തെ ചൈനയുമായി ബന്ധപ്പെടുത്താനുള്ള നീക്കം അസംബന്ധമെന്നും ഇതാണോ മാധ്യമപ്രവർത്തനമെന്ന ചാനൽ ആലോചിക്കണമെന്നും MA ബേബി വിമർശിച്ചു. ചാനലിനെതിരെ രൂക്ഷ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവരും രംഗത്ത് വന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105ാം സ്ഥാപക ദിനമായി ബന്ധപ്പെട്ട് ചൈനീസ് എംബസിയിൽ നടന്ന സെമിനാറിലാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ ഇടത് നേതാക്കൾ പങ്കെടുത്തത്. CJP പ്രതിഷേധ വേദിയിലും നേരത്തെ MA ബേബി എത്തിയിരുന്നു. ഇതോടെയാണ് പ്രത്യേക അജണ്ടയുടെ പുറത്ത് വാർത്ത സൃഷ്ടിക്കാനുള്ള റിപ്പബ്ലിക് ചാനലിന്റെ നീക്കം. ഇത്തരത്തിലായിരുന്നു ചാനൽ പ്രതിനിധിയുടെ പെരുമാറ്റം. How does that make sense that you go to the CJP protest first and then you go to the Chinese embassy for an event? I'm speaking. So, but please tell us. So, but this is important, sir. This is about national security. Behave like this. പ്രതിഷേധത്തെ ചൈനയുമായി ബന്ധപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. MA ബേബിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ചൈനീസ് ബന്ധം ആരോപണം അസംബന്ധം. ചൈനീസ് എംബസിയിലെ പൊതുപരിപാടിക്കാണ് താൻ പോയതെന്നും ഇതാണോ മാധ്യമപ്രവർത്തനമെന്ന് ചാനൽ ആലോചിക്കണമെന്നും MA ബേബി വിമർശിച്ചു. CJPയും ചൈനയും തമ്മിലുള്ള ബന്ധം അതിന് നിങ്ങൾ ഇടനിലക്കാരനായിട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള ഒരു ആരോപണമാണ്. CJPയുടെ സമരത്തെ സോനം വാങ്ചുക്കിനെയും അതുപോലെ തന്നെ അഭിജിത്ത് ദിപ്കെയും ഒക്കെ ഞങ്ങൾ പോയിട്ട് കാണുകയുണ്ടായി നേതാക്കന്മാർ സമരസ്ഥലത്ത്. അതിനുശേഷം CPMൻ്റെയും CPIയുടെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ ഒരുപാട് നേതാക്കന്മാരും MPമാരും ഇവിടെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105ാം വാർഷികം പ്രമാണിച്ച് ചൈനീസ് എംബസിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് രഹസ്യമായ ഒരു പരിപാടിയല്ല. ഈ വർഷം ആദ്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘം RSS BJP നേതാക്കളെ കാണുകയും BJP ആസ്ഥാനം തന്നെ സന്ദർശിച്ചതും ഓർമ്മിപ്പിച്ച് ജോൺ ബ്രിട്ടാസ് MP രംഗത്ത് വന്നു. The BJP leadership, RSS leadership, having interactions with the Chinese Communist Party. Is it not a fact that BJP delegation visited China? Will this particular media organization have the courage to go and confront, inverted comma, persistently the Prime Minister, the Commerce Minister and the BJP leaders and of course the RSS leadership about their so-called special affinity towards China? Will they do that? അന്ന് ദത്താത്രേയ ഹൊസബള്ളയ്ക്കോ മറ്റ് BJP നേതാക്കൾക്കോ എതിരെ ചൈനീസ് ചാരൻ എന്നൊരാരോപണം ആരും ഉന്നയിച്ചു കണ്ടില്ലെന്നും ഇപ്പോൾ ഈ ജനകീയ മുന്നേറ്റത്തെ സർക്കാർ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം നുണക്കഥകൾ മെനങ്ങിയുണ്ടാക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.